ഹായ് ഹലോ നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു തോരനാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചെടിയിൽ കാണുന്ന ഒരു കാ കൊണ്ടാണ് ഈ തോരൻ ഉണ്ടാക്കുന്നത്. ഇതാണ് ആ കാ. നമ്മുടെ നാട്ടിലൊക്കെ ഈ ചെടി കാണാൻ പറ്റും. ഇതിൽ നിന്ന് ഈ കാ പറിച്ചെടുക്കുക. ഇതിൽ തന്നെ ഒരുപാട് എണ്ണം ഉണ്ടാവും. അപ്പോൾ അതിനെ ഓരോന്നായിട്ട് ഇറുത്തെടുത്ത് ഒരു തുണിയിലോ അല്ലെങ്കിൽ കവറിലോ എങ്ങാനും കെട്ടി നന്നായിട്ട് ഇടിച്ചെടുക്കുമ്പോൾ എല്ലാ കുരുവും പൊട്ടി അതിൽ നിന്ന് അരി പുറത്ത് വരണം. ഈ അരി ഇരുന്നാൽ നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ കഴിക്കും. അതുകൊണ്ട് തന്നെ എല്ലാം പുറത്താക്കിയതിന് ശേഷം അത് നല്ല വൃത്തിക്ക് കഴുകിയെടുക്കുക. ഒരരി പോലും ഉണ്ടാകാത്ത രീതിയിൽ കഴുകിയെടുക്കുക. ശേഷം ഒരു ചീനിച്ചട്ടി വയ്ക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഈ കായും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മുടെ ചക്കക്കുരു ചെറുതായിട്ട് അരിഞ്ഞ് ആ ചക്കക്കുരുവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ചക്കക്കുരു ഇടുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാകുന്നത്. ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ചക്കക്കുരുവും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിന് എത്ര ഉപ്പ് വേണോ അതിട്ട് കൊടുത്ത് വീണ്ടും അതൊന്നും കൂടി ഇളക്കി പിന്നെ ഇതിനൊന്ന് ഒതുക്കി വയ്ക്കുക. പരത്തി വയ്ക്കാതെ ഒന്ന് ഒതുക്കി വെച്ച് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഒരു അടപ്പ് വെച്ച് മൂടിയതിന് ശേഷം അത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് അരപ്പിട്ട് കൊടുക്കുക. എല്ലാ തോരനും വേണ്ട അരപ്പ് തന്നെയാണ്. തേങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ജീരകം, പച്ചമുളകാണെങ്കിൽ പച്ചമുളക്, അല്ല മുളക് പൊടി ഇടുന്നവരാണെങ്കിൽ അങ്ങനെ ആ അരപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് അതിനെ ഇളക്കി യോജിപ്പിക്കുക. ഈ അരപ്പ് ഇതിൽ പിടിക്കുന്ന അത്രയും നേരം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അരപ്പിൻ്റെ പച്ചമണം മാറുമ്പോഴേക്കും നമ്മുടെ തോരൻ റെഡി. അടിപൊളിയാണ്.